ഈ പുതുപ്പള്ളി സാധു എന്ന ആനയെ കണ്ടെത്താൻ നേതൃത്വം നൽകിയ റേഞ്ച് ഓഫീസറാണ് നമുക്കിപ്പോൾ ഉള്ളത്. സർ, എപ്പോഴാണ് ഇങ്ങനെ ആന ഓടിയെന്ന വിവരം കിട്ടിയത്? എന്തൊക്കെ നടപടികളായിരുന്നു അതിനുശേഷം തുടങ്ങിയത്? ഇന്നലെ ഒരു 4 മണിയോടുകൂടിയാണ് ഇത് മറ്റ് 2 ആനകൾ തമ്മിലൊരു ചെറിയ ക്ലാഷ് ഉണ്ടായിട്ട് ഓടിയത്. അപ്പോൾ പിന്നെ നൈറ്റ് ആയതുകൊണ്ട് രാത്രിയിൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇപ്പം രാവിലെ ഒരു 9 മണിയോടുകൂടി നമ്മൾ റോഡ് സൈഡിൽ തന്നെ ആയിട്ട് കണ്ടെത്തി. പിന്നെ നാട്ടാന ആയതുകൊണ്ട് വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈസി ആയിട്ട് വണ്ടി കയറ്റി കൊണ്ടുപോകാൻ പറ്റി. വേറെ ആനയ്ക്ക് പ്രത്യേകിച്ച് പരിക്കുകളോ അങ്ങനെ ഡാമേജ് ഒന്നുമില്ല. ഡോക്ടർ ഉൾപ്പെടെയുള്ള ടീം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവർ റിലീസ് ചെയ്ത് കൊടുത്തോ? ആനയെ റിലീസ് ചെയ്ത് ഉടമകൾക്ക് കൊടുത്തു. അവർ കൊണ്ടുപോയിട്ടുണ്ട്. ഓണർ കൊണ്ടുപോയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരണ്ടോടാൻ കാരണം? അത് യൂഷ്വലി ആനകൾ സാധാരണ വരണ്ട് പോകാറുണ്ടല്ലോ. ഇപ്പൊ നാട്ടാന ആയതുകൊണ്ട് പരിചയമില്ലാത്തൊരു ഏരിയ ആയതുകൊണ്ടാണ് അത് അകത്തോട്ട് പോയത്. ഓക്കെ, ഈ കാട്ടാന കൂട്ടം എപ്പോഴും വരുന്ന സ്ഥലമാണല്ലോ, അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ ഇതിനെ ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നല്ലോ. നമ്മൾ നൈറ്റ് ഫുള്ള് പെട്രോളിങ്ങും മറ്റു സംഭവങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൊട്ടക്ഷന് വേണ്ട എല്ലാ കാര്യങ്ങളും എക്സ്ട്രാ വാച്ചർമാരെ ഇട്ടിട്ടുണ്ടായിരുന്നു പെരിഫറിയിലെല്ലാം. ഓക്കെ, ഈ ആനയുടെ ഇപ്പൊ കണ്ടെത്തിയ സ്ഥലത്തിന് ചുറ്റും തന്നെ ഏതാണ്ട് രാത്രിയിൽ ഒരു 10-30 പേരോളം ആൾക്കാർ സറൗണ്ട് ചെയ്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഓക്കെ, താങ്ക് യു സർ. അരുൺകുമാർ കെ ആണ് റേഞ്ച് ഓഫീസർ ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. അതായത് ഇന്നലെ വൈകിട്ട് മുതൽ ഇത് അറിഞ്ഞതു മുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ ഒരു കാര്യക്ഷമമായ ശ്രമത്തിന്റെയും ഒപ്പം തന്നെ നിരവധി ഉദ്യോഗസ്ഥരെ ജില്ലയ്ക്കകത്തുനിന്നും പുറത്തുനിന്നുമായി നിരവധി ഉദ്യോഗസ്ഥരെ എത്തിച്ച് വിന്യസിച്ച് നടത്തിയ ഒരു ശ്രമത്തിന്റെയും ഫലമായിട്ടാണ് മണിക്കൂറുകൾക്കകം തന്നെ ഈ പുതുപ്പള്ളി സാധു എന്ന് പറയുന്ന ആനയെ തളയ്ക്കാൻ സാധിച്ചത്. ഇപ്പോൾ ലോറിയിൽ കയറ്റി ഉടമകൾക്ക് ആനയെ വിട്ടു നൽകുകയും ചെയ്തിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം സൈഫുന്നിസ് ആലിയ, റിപ്പോർട്ടർ, കൊച്ചി.